ലോകം ശ്വാസം അടക്കിപ്പിടിച്ചു നിന്ന ഒരു ഞായറാഴ്ചയായിരുന്നു 2026 മാർച്ച് 1. ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി ഇസ്രയേൽ US വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടെന്ന വാർത്ത പുറത്തു വന്നതോടെ പശ്ചിമേഷ്യൻ രാഷ്ട്രീയം മാത്രമല്ല, ഇന്ത്യയുടെ അയൽരാജ്യമായ പാകിസ്ഥാന്റെ ആഭ്യന്തര സുരക്ഷയും നയതന്ത്ര നിലപാടുകളും ഒരുപോലെ ഉലഞ്ഞു. ഇറാനിലെ ടെഹ്റാനിൽ നടന്ന ആസൂത്രിത ആക്രമണം ഒരു വ്യക്തിയുടെ അന്ത്യം എന്നതിനേക്കാൾ മേഖലയിലെ ശക്തി സന്തുലനത്തെ പാടെ തകിടം മറിക്കുന്ന ഒന്നായി മാറി. എന്നാൽ ഈ പ്രകമ്പനം ഏറ്റവും ശക്തമായി അനുഭവപ്പെട്ടത് ഇറാന്റെ അയൽരാജ്യമായ പാകിസ്ഥാനിലാണ്. ചരിത്രപരമായ ബന്ധങ്ങളും സൈനിക കരാറുകളും ആഭ്യന്തരമായ മതവികാരങ്ങളും ഒത്തുചേരുന്ന പാകിസ്ഥാൻ ഇന്ന് ഒരു കടുത്ത നയതന്ത്ര പരീക്ഷണത്തെയാണ് നേരിടുന്നത്. ഖമനേയുടെ മരണം സ്ഥിരീകരിക്കപ്പെട്ടതോടെ പാകിസ്ഥാന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധം ആളിപ്പടരുകയായിരുന്നു. വെറുമൊരു പ്രതിഷേധ പ്രകടനം എന്നതിനേക്കാൾ അതീവ ആക്രമണാസക്തമായ ജനക്കൂട്ടമാണ് തെരുവിലിറങ്ങിയത്. കറാച്ചിയിലെ അമേരിക്കൻ കോൺസുലേറ്റിന് നേരെ നടന്ന ആക്രമണം പാകിസ്ഥാന്റെ സുരക്ഷാ സംവിധാനങ്ങളെ ഞെട്ടിച്ചു കളഞ്ഞു. കറാച്ചിയിൽ മാത്രം 10ഓളം പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വടക്കൻ മേഖലയായ ഗിൽജിത് ബാൾട്ടിസ്ഥാനിലെ സ്കർദുവിൽ ഐക്യരാഷ്ട്രസഭയുടെ ഓഫീസ് പ്രതിഷേധക്കാർ അഗ്നിക്കിരയാക്കി. ഇസ്ലാമാബാദിലെ റെഡ് സോണിലേക്ക് ഇരച്ചു കയറാൻ ശ്രമിച്ച ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ സുരക്ഷാ സേനയ്ക്ക് കണ്ണീർ വാതകവും റബ്ബർ ബുള്ളറ്റുകളും പ്രയോഗിക്കേണ്ടി വന്നു. ഈ സംഘർഷത്തിൽ ഇതുവരെ 22ലധികം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നത് പ്രതിഷേധത്തിന്റെ ആഴം വ്യക്തമാക്കുന്നു. പാകിസ്ഥാനിലെ ഷിയ വിഭാഗക്കാർക്ക് ഇറാനോടും അവിടുത്തെ പരമോന്നത നേതാവിനോടുമുള്ള വൈകാരികമായ ബന്ധമാണ് ഈ പ്രതിഷേധങ്ങൾക്ക് പിന്നിലെ പ്രധാന ഘടകം. അമേരിക്കയ്ക്കും ഇസ്രായേലിനും എതിരെയുള്ള മുദ്രാവാക്യങ്ങൾക്കൊപ്പം സ്വന്തം സർക്കാരിനെതിരെയുള്ള അമർഷവും തെരുവുകളിൽ മുഴങ്ങുന്നുണ്ട്. അമേരിക്കയുമായി കൈകോർക്കുന്നവർ രാജ്യദ്രോഹികളാണെന്ന മുദ്രാവാക്യം ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു രാഷ്ട്രീയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഖമേനിയുടെ മരണത്തിന് പിന്നാലെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹ്ബാസ് ഷെരീഫ് നടത്തിയ അനുശോചനക്കുറിപ്പിൽ പാകിസ്ഥാന്റെ ഇരട്ടത്താപ്പും പ്രതിസന്ധിയും വ്യക്തമായിരുന്നു. അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് നടന്നതെന്നും രാഷ്ട്രത്തലവന്മാരെ ലക്ഷ്യം വെക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നും അദ്ദേഹം പറയുമ്പോൾ തന്നെ ഈ പ്രസ്താവന അമേരിക്കയെ എത്രത്തോളം പ്രകോപിപ്പിക്കുമെന്ന പേടി പാകിസ്ഥാനുണ്ട്. വിദേശകാര്യമന്ത്രി ഇഷാഖ് ധാർ നയതന്ത്രപരമായ ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ആഭ്യന്തരമന്ത്രി മൊഹ്സിൻ നഖ്വി ഇറാനിലെ ജനങ്ങളുടെ ദുഃഖത്തിൽ പാകിസ്ഥാൻ ഒപ്പമുണ്ടെന്ന് പ്രഖ്യാപിച്ചു. എന്നാൽ ഈ അനുശോചന പ്രകടനങ്ങൾക്കിടയിലും മറ്റൊരു നിർണായകമായ നിലപാട് പാകിസ്ഥാൻ സ്വീകരിച്ചു. സൗദി അറേബ്യ, ബഹ്റൈൻ, ജോർദാൻ തുടങ്ങിയ അറബ് രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിയ തിരിച്ചടി പാകിസ്ഥാൻ അപലപിച്ചു. ഇത് പാകിസ്ഥാൻ നേരിടുന്ന വലിയൊരു വൈരുദ്ധ്യമാണ്. ഇറാനോട് ചരിത്രപരമായ അടുപ്പമുണ്ടെങ്കിലും പാകിസ്ഥാന്റെ നിലനിൽപ്പിന് ആവശ്യമായ സാമ്പത്തിക സൈനിക സഹായങ്ങൾ നൽകുന്നത് അമേരിക്കയും സൗദി അറേബ്യയുമാണ്. സൗദിയുടെയും ബഹ്റൈൻ്റെയും പരമാധികാരത്തെ മാനിക്കണമെന്ന പാകിസ്ഥാന്റെ ആവശ്യം ശരിക്കും ഇറാനോടുള്ള ഒരു മുന്നറിയിപ്പാണ്. പാകിസ്ഥാന്റെ വിദേശ നയത്തിൽ എന്നും അമേരിക്കയ്ക്ക് വലിയൊരു സ്ഥാനമുണ്ട്. പ്രത്യേകിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹ്ബാസ് ഷെരീഫും തമ്മിലുള്ള വ്യക്തിപരമായ സൗഹൃദം ഈ പ്രതിസന്ധി ഘട്ടത്തിൽ പാകിസ്ഥാനെ പ്രതിരോധത്തിലാക്കുകയാണ്. പാകിസ്ഥാന്റെ വ്യോമസേനയുടെ കരുത്തായ F-16 വിമാനങ്ങൾ മുതൽ ഭീകരവിരുദ്ധ പോരാട്ടങ്ങൾക്കുള്ള സാമ്പത്തിക സഹായം വരെ വാഷിംഗ്ടണിൽ നിന്നാണ് വരുന്നത്. ഇറാനെതിരെയുള്ള നീക്കങ്ങളിൽ ട്രംപ് ഭരണകൂടം സൗദി അറേബ്യയെ പിന്തുണയ്ക്കുമ്പോൾ പാകിസ്ഥാൻ എങ്ങനെ പ്രതികരിക്കും എന്നത് ലോകമുറ്റുനോക്കുന്നു. അമേരിക്കയെ പിണക്കുന്നത് പാകിസ്ഥാന്റെ സാമ്പത്തിക ഭദ്രതയെ തന്നെ ബാധിക്കും. ഗസയിലെ സമാധാന ചർച്ചകളിൽ പാകിസ്ഥാൻ ഭാഗമാകുന്നതും ഗസയിൽ സമാധാന സേനയെ അയക്കാൻ തയ്യാറെടുക്കുന്നതും അമേരിക്കയുമായുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കാനാണ്. ഇസ്രയേലിനെ ഔദ്യോഗികമായി അംഗീകരിക്കാത്ത രാജ്യമാണെങ്കിൽ പോലും അമേരിക്കയുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ പാകിസ്ഥാൻ നിർബന്ധിതരാകുന്നു. ഈ യുദ്ധത്തിൽ പാകിസ്ഥാനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നത് സൗദി അറേബ്യയുമായുള്ള പ്രതിരോധ കരാറാണ്. സ്ട്രാറ്റജിക് മ്യൂച്വൽ ഡിഫൻസ് എഗ്രിമെന്റ് പ്രകാരം സൗദിക്കെതിരെ ഒരു ആക്രമണമുണ്ടായാൽ അത് പാകിസ്ഥാനെതിരെയുള്ള ആക്രമണമായി കണക്കാക്കി സൈനികമായി ഇടപെടാൻ പാകിസ്ഥാൻ ബാധ്യസ്ഥരാണ്. നാറ്റോ സഖ്യത്തിന് സമാനമായ ഈ കരാർ പാകിസ്ഥാനെ ഒരു അനിവാര്യമായ യുദ്ധത്തിലേക്ക് നയിച്ചേക്കാം. ശനിയാഴ്ച റിയാദിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തെ സൗദി അറേബ്യ അതിശക്തമായി അപലപിച്ചിരുന്നു. സൗദി അറേബ്യ ഇറാനെതിരെ സൈനിക നീക്കം നടത്തിയാൽ പാകിസ്ഥാൻ തങ്ങളുടെ സൈന്യത്തെ അയക്കേണ്ടി വരും. ഇറാനുമായി അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യം എന്ന നിലയിൽ ഇറാനെതിരെ യുദ്ധം ചെയ്യുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരമാണ്. ഇറാന്റെ ഭാഗത്തു നിന്നും അതിർത്തികളിൽ പ്രത്യാക്രമണം ഉണ്ടായാൽ അത് പാകിസ്ഥാന്റെ ആഭ്യന്തര സുരക്ഷയെ പാടെ തകർക്കുന്ന കാര്യമാണ്. പാകിസ്ഥാൻ നിലവിൽ മറ്റൊരു വലിയ സൈനിക വെല്ലുവിളി കൂടി നേരിടുന്നുണ്ട്. അഫ്ഗാൻ അതിർത്തിയിൽ താലിബാൻ അനുകൂല ഗ്രൂപ്പുകളുമായി ഒരു തുറന്ന യുദ്ധത്തിലാണ് തങ്ങളെന്ന് പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാനുമായുള്ള അതിർത്തി കാക്കാൻ തന്നെ സൈന്യത്തിന്റെ വലിയൊരു ഭാഗത്തെ നിയോഗിച്ചിരിക്കുകയാണ്. ഇതിനിടയിൽ ഇറാന്റെ കൂടെ അതിർത്തിയിൽ ഒരു രണ്ടാം മുന്നണി തുറക്കാൻ പാകിസ്ഥാന്റെ തകർന്ന സാമ്പത്തിക വ്യവസ്ഥയ്ക്കും തളർന്ന സൈന്യത്തിനും സാധ്യമല്ല.
കൂടാതെ പാകിസ്ഥാനിലെ ഷിയ സുന്നി വിഭാഗങ്ങൾക്കിടയിലുള്ള ആഭ്യന്തര സംഘർഷങ്ങൾ ഈ യുദ്ധ സാഹചര്യം ഉപയോഗിച്ച് തീവ്രവാദ ഗ്രൂപ്പുകൾ ആളിപ്പടർത്താൻ സാധ്യതയുണ്ട്. ഖമേനിയുടെ മരണത്തിൽ പ്രതിഷേധിക്കുന്ന ഷിയ വിഭാഗക്കാരെ അടിച്ചമർത്താൻ ശ്രമിച്ചാൽ അത് വലിയൊരു ആഭ്യന്തര യുദ്ധത്തിലേക്കോ വർഗീയ ലഹളയിലേക്കോ രാജ്യത്തെ നയിക്കാം. ഇറാന്റെ പരമോന്നത നേതാവിന്റെ മരണം ഒരു പുതിയ പശ്ചിമേഷ്യയുടെ തുടക്കമാകാം. പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇത് നിലനിൽപ്പിനായുള്ള പോരാട്ടമാണ്. ഇറാന്റെ ചരിത്രപരമായ സൗഹൃദം, സൗദിയുടെ സാമ്പത്തിക സഹായം, അമേരിക്കയുടെ സൈനിക പിന്തുണ, ഇവ മൂന്നിനെയും ഒരുപോലെ തൃപ്തിപ്പെടുത്തുക എന്നത് അസാധ്യമായ ഒരു കാര്യമാണ്. സൗദി അറേബ്യയ്ക്കും ജോർദാനുമൊക്കെ നേരെ ഇറാൻ നടത്തുന്ന ആക്രമണങ്ങൾ പാകിസ്ഥാന്റെ മധ്യസ്ഥ ശ്രമങ്ങളെ ദുർബലപ്പെടുത്തുകയാണ്. അയൽ രാജ്യമായ ഇറാന് നേരെ തോക്കു ചൂണ്ടാൻ പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും അമേരിക്കയുടെയും സൗദിയുടെയും സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടി വരുന്നത് നയതന്ത്രത്തിൽ അവരെ ഒറ്റപ്പെടുത്തുന്നു. വരും ദിവസങ്ങളിൽ ഇറാന്റെ പുതിയ നേതൃത്വം എങ്ങനെയുള്ള നിലപാട് സ്വീകരിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും പാകിസ്ഥാന്റെ ഭാവിയും. ഒരു നിഷ്പക്ഷ നിലപാട് സ്വീകരിക്കാൻ പാകിസ്ഥാൻ പരമാവധി ശ്രമിക്കുമെങ്കിലും യുദ്ധത്തിന്റെ കാർമേഘങ്ങൾ പാക് അതിർത്തിയിൽ കനത്തു നിൽക്കുകയാണ്. ഈ ലോകമഹാശക്തികളുടെ പോരാട്ടത്തിനിടയിൽ ഒരു താവളമായി മാറാനോ അതോ സമാധാനത്തിന്റെ ദൂതനാകാനോ പാകിസ്ഥാന് കഴിയുമോ എന്നത് കാലം തെളിയിക്കും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.